ഇതെന്താ ഇത്ര പെട്ടെന്നൊരു തലവേദന? ഇപ്പോഴത്തെ തലവേദനയൊക്കെ അങ്ങനെയാ ലാമി, പെട്ടെന്നാ വരിക, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. അപ്പൊ പണ്ടത്തെ തലവേദന വന്നിരുന്നത് ഒരാഴ്ച മുമ്പ് ലെറ്റർ അയച്ചിട്ടായിരുന്നു. ഒരു തലവേദന വന്നതിന് ഇവനെന്തിനാ ഇങ്ങനെ കുനിഞ്ഞു നടക്കുന്നത്? ഇവന്റെ തല മുതുകത്താണോ? ലാമി, ദുബായ് പഠിച്ച കള്ളനാ. അത് നന്നായി, നിന്നെ പോലെ പഠിക്കാത്ത കള്ളനല്ലല്ലോ. കേട്ടില്ലേ, പ്രളയം വരുന്നു? അതാരാ പുതിയ ആൾ? ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ. അതൊരാളല്ല, പ്രളയമാ, പ്രളയം. ആളല്ലെങ്കിൽ പിന്നെ അതെന്താ, വല്ല ആനിമലുമാണോ? ആ സവാളയൊന്ന് കട്ട് ചെയ്യൂ, കൈ മുറിയാതെ കട്ട് ചെയ്യണം. അത് ലാമി കട്ട് ചെയ്യില്ലേ? അയ്യോ, സവാള കട്ട് ചെയ്ത എന്റെ കണ്ണെരിയും. എന്റെ കണ്ണ് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണോ? മമ്മ, ലാമി എന്നെ സവാള കട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. സംസാരിക്കുന്നതും സവാള കട്ട് ചെയ്യുന്നതുമായി എന്താ ബന്ധം? എന്റെ കോൺസെൻട്രേഷൻ എന്നാണോ സെയിം ഉദ്ദേശിച്ചത്? അതെ, അത് തന്നെ. അവൻ എന്റെ ഹോവർ ബോർഡ് എടുത്ത് സ്ഥലം വിട്ടു പപ്പ. ദുബായിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പപ്പ, ചോദിച്ചിട്ട് എടുക്കണമെന്ന്. അതിന് ചോദിച്ചാൽ സെയിം കൊടുക്കില്ലല്ലോ. അതില്ല. എന്തു പറ്റിയേ? പ്രേതം അലമാരയിൽ. പ്രേതം സത്യമേ, ഞാൻ അലമാരയ്ക്ക് പിന്നിൽ ഒളിക്കാനല്ല, ഞാൻ അവിടേക്ക് വെറുതെ ചെന്നപ്പോ അലമാരയിൽ ഒരു പ്രേതം നിൽക്കുന്നു. എങ്ങനെയുള്ള പ്രേതം? മോഡേൺ പ്രേതമാ, തലയിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ച്. ഹെൽമെറ്റ് അത് ഞാനല്ലേ. വലുതായാൽ ആരാവും? ഞാൻ വലുതായാലോ? അത് പറയണോ? പറയൂ, കേൾക്കട്ടെ. ഞാൻ വലുതായാൽ വലിയൊരാളാവും. അതല്ല ഞാൻ ചോദിച്ചത്. പിന്നെ വലുതായാൽ ആരാവും? ഞാൻ വലുതായാൽ ആരാകുമെന്നോ? അയ്യേ, ഇതെന്തൊരു ചോദ്യമാ ലുവായി. ഞാൻ വലുതായാൽ ഞാൻ തന്നെ ആയിരിക്കും, അല്ലാതെ അയലത്തെ ലാസ്റ്റ് ചേട്ടനാവൂലല്ലോ. ലുവായി ഡോക്ടർ ആവുമെങ്കിൽ ഞാൻ വലുതായാൽ രോഗിയാവാം. ലുവായിക്ക് ചികിത്സിക്കാൻ ആരെങ്കിലും വേണ്ടേ? നാട്ടുകാരൊന്നും ചികിത്സിക്കാൻ വരില്ലല്ലോ. നേരം വെളുത്തു. അതിന് അല്ല, നേരം വെളുത്തു പറഞ്ഞതാ. നേരം വെളുക്കുകയല്ലേ ചെയ്തത്, പച്ചയും നീലയൊന്നും ആയില്ലല്ലോ. ഇന്ന് രാത്രി കള്ളൻ നമ്മുടെ വീട്ടിൽ കയറും. ലാമി, കള്ളം വന്നാ നമ്മുടെ പുസ്തകങ്ങളെല്ലാം കട്ടുകൊണ്ടു പോകുമോ? കള്ളൻ എന്തിനാ പുസ്തകങ്ങൾ? കള്ളൻ പണവും സ്വർണവും ഒക്കെയാ മോഷ്ടിക്കുക. പുസ്തകം കട്ടുകൊണ്ടു പോയിരുന്നെങ്കിൽ നാളെ മുതൽ പഠിക്കണ്ടായിരുന്നു. ഈ മസിൽമാൻ സെയിം ഇവിടെയുള്ളപ്പോ എന്തിനാ വെറുതെ ഹാപ്പി കുട്ടീനെ ബുദ്ധിമുട്ടിക്കുന്നത്? മസിൽമാനോ? ആര്? സെയിമോ? എന്നിട്ട് ഞങ്ങളാരും നിന്റെ മസിൽ ഇതുവരെ കണ്ടില്ലല്ലോ. ഇതുവരെ കണ്ടിട്ടില്ലെന്നോ? കഷ്ടം. പപ്പ എന്റെ തലയൊന്ന് തൊട്ടേ. അങ്ങനെയല്ല, അമർത്തി തൊടൂ. ഓക്കെ. ഞെങ്ങുന്നുണ്ടോ? ഞെങ്ങാനോ? എന്ത്? എന്റെ തല. ഇല്ലല്ലോ. അത് മസിലാ. ഇപ്പൊ കണ്ടില്ലേ, എന്റെ തലയിൽ വരെ മസിലാ. ജെയിമിന്റെ തല നിറയെ മസിലാ. അതുകൊണ്ടാവും തീരെ ബുദ്ധിയില്ലാത്തത്. ഹലോ, മതി മതി, എന്നെ അങ്ങ് കൊച്ചാക്കരുത്. നിങ്ങൾ രണ്ടുപേരെക്കാളും ശക്തിയും ബുദ്ധിയും കഴിവും ധൈര്യവും എനിക്കാ, അത് മറക്കരുത്. പിന്നെ ബുദ്ധി? അത്രയ്ക്ക് ബുദ്ധി ഉണ്ടായിട്ടാണോ ജെയിം ക്ലാസ്സിൽ ഒന്നും പഠിക്കാത്തത്? പഠിക്കാൻ ബുദ്ധി വേണ്ടല്ലോ, അതുകൊണ്ടല്ലേ ലാമി നന്നായി പഠിക്കുന്നത്. ഈ ഫിഷിനൊന്നും കുളിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ? അതെന്താ? ഫിഷ് ഫുൾ ടൈം വെള്ളത്തിലല്ലേ? നീ സങ്കടപ്പെടേണ്ട ജെയിം, നെക്സ്റ്റ് ടൈം നിനക്ക് വിൻ ചെയ്യാൻ പറ്റും, എനിക്ക് ഉറപ്പുണ്ട്. ആണോ? നീ ഒറ്റയ്ക്ക് കളിച്ചാ മതി. ക്ലാസ് നല്ല രസമായിരുന്നു. അതിന് സെയിം അധിക സമയം ഉറക്കായിരുന്നല്ലോ. അതല്ലേ പറഞ്ഞത് നല്ല രസമായിരുന്നു എന്ന്. എക്സാമിന് എഴുതാനിരിക്കുമ്പോഴും ഇത് തന്നെയാവും സ്ഥിതി. അതെ, അന്ന് കാണാം ശരിക്കുള്ള രസം. നോ പ്രോബ്ലം, ഞാൻ എപ്പോഴും ഉറങ്ങും. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? ഞാൻ ഒറ്റയ്ക്ക് ഒരു കള്ളനെ പിടിക്കുന്നതായിട്ട്, അതും ഒരു ഭയങ്കര കള്ളൻ. എന്നിട്ട് ആദ്യത്തെ ഇടിക്ക് തന്നെ ബോധം പോയി. ബോധമില്ലാതെ കിടന്നാണോ നീ ബാക്കി സ്വപ്നം കണ്ടത്? കള്ളനെ നിങ്ങൾ കാണണം. ഒരു തെങ്ങിന്റെ അത്രയും ഉയരം. തെങ്ങിന്റെ അത്രയും?
പക്ഷെ ചെറിയ തെങ്ങാ ഞാൻ ഉദ്ദേശിച്ചത്. ഹാപ്പി കള്ളനെ കണ്ടോ? ആളൊരു ഭീകരനാണോ? പിന്നെ ഭീകരനാണോന്നോ? 10 തലയുണ്ടാ കള്ളന്. മൈ ഗോഡ്, ഇനിയിപ്പോ രാവണനോ മറ്റോ ആണോ? അങ്ങേരൊക്കെ എപ്പോഴും ഉണ്ടോ?